ഒഡീഷയിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. സമൂഹത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി ഇന്ത്യയിലുടനീളം നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ക്രൈസ്തവ മിഷണറിമാരെ വേട്ടയാടി ആക്രമിക്കുന്ന തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് നിർഭാഗ്യകരമാണെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു. ഒഡീഷയിൽ വൈദികരെ ആക്രമിച്ച കൊലയാളി സംഘങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറാകാത്ത ഒഡീഷയിലെ ഭരണവ്യവസ്ഥകളെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണെന്നതിന്റെ തെളിവാണെന്നും ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു. തായ്വാന്റെ മദർ തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇറ്റാലിയൻ സന്യാസിനി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. സിസ്റ്റർ ഗുസ്ബിയാന ഫ്രോങ്ങിയാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 96 വയസ്സായിരുന്നു. 65 വർഷത്തോളം തായ്വാനിലെ വിദൂര ഗ്രാമത്തിൽ ദരിദ്രരായ കുട്ടികളെ പരിചരിച്ച് അവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയായിരുന്നു ഈ കന്യാസ്ത്രീ. 1932 ഇറ്റലിയിൽ ജനിച്ച ഫ്രോങ്ങിയ സന്യാസർവ്വത വാഗ്ദാനം നടത്തിയ ശേഷം 1960കളിലാണ് തായ്വാനിൽ എത്തിച്ചേരുന്നത്. അന്നു മുതൽ അരപ്പതിറ്റാണ്ടായി വടക്കൻ തായ്വാനിലെ ഗ്രാമത്തിൽ സിസ്റ്റർ സേവനം ചെയ്തു വരികയായിരുന്നു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ പ്രിയോർ ജനറലിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേർന്ന് ലിയോ 14 പാപ്പ. അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ അധ്യക്ഷൻ ഫാദർ അലജാൻഡ്രോ മൊറാലിന്റെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് റോമിലെ സാന്താ മോണിക്ക അന്താരാഷ്ട്ര കോളേജിൽ നടന്ന ആഘോഷങ്ങളിൽ ലിയോ 14 പാപ്പയും പങ്കുചേർന്നത്. ലിയോ 14 പാപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പ്രിയോർ ജനറൽ. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും വയോധികരുടെയും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ മാസം 1-ാം തീയതി നടന്ന വിശുദ്ധ ബലിക്ക് ശേഷമാണ് പാപ്പ ആഘോഷങ്ങൾക്കായി എത്തിച്ചേർന്നത്. ഒഡീഷയിൽ കന്യാസ്ത്രീയെ ബജരംഗി പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. മതപരിവർത്തനം ആരോപിച്ചാണ് 29-കാരിയായ കന്യാസ്ത്രീയെ ആക്രമിച്ചത്. മെയ് 31 രാത്രിയിൽ രാജധാനി എക്സ്പ്രസിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു സംഭവം. ട്രെയിനിൽ കന്യാസ്ത്രീയോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കന്യാസ്ത്രീയുടെ സഹോദരനും മറ്റു 4 പേരും ഉണ്ടായിരുന്നു. ഇവരെ കണ്ട ബജരംഗി പ്രവർത്തകർ കന്യാസ്ത്രീ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തുകയാണെന്ന് ആരോപിച്ച് കോർബ സ്റ്റേഷനിൽ ബലം പ്രയോഗിച്ചിറക്കുകയായിരുന്നു. രാത്രി 11 മണിക്കായിരുന്നു സംഭവം. കത്തോലിക്ക വിശ്വാസിയായ കരോൾ നവരോട്സ്കി പോളണ്ടിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂറോപ്യൻ രാജ്യമായ പോളണ്ടിൽ നടന്ന ശക്തമായ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് കരോൾ നവരോട്സ്കി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 42-കാരനായ കരോൾ നവരോട്സ്കി പരമ്പരാഗത കത്തോലിക്ക മൂല്യങ്ങൾക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും ശക്തമായ മുൻതൂക്കം നൽകുന്ന വ്യക്തി കൂടിയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ ദേശീയ സംസ്കാരത്തിന്റെ മൂലക്കല്ലായി താൻ കാണുന്നുവെന്നും പോളണ്ട് സർക്കാരും കത്തോലിക്ക സഭയും തമ്മിൽ അടുത്ത ബന്ധം നിലനിർത്തണമെന്നും വിജയത്തിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞു.